ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നോമ്പല്ലേ, ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എങ്ങനെ വീഡിയോ ഇടുന്നൊരു പിടുത്തമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനത്. പിന്നെ കുറച്ച് മടിയൊക്കെ ഇങ്ങനെ വന്ന കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ കൂടെ പറ്റിയില്ല. അപ്പോൾ ഇന്നെന്താ ഞാൻ അത്താഴത്തിന് നീറ്റിക്കേട്. ഇന്ന് അത്താഴത്തിന് നീറ്റിട്ട് ഞാൻ 2-3 ദിവസമായി ഞാൻ അത്താഴത്തിന് നീറ്റ് പ്രത്യേകിച്ചും കഴിക്കാറില്ല. വെറും വെള്ളം എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ വേഗം നോമ്പ് നോക്കാൻ നിൽക്കാറാണ്. പക്ഷേ ഇപ്രാവശ്യം അത്താഴത്തിന് എനിക്ക് പൊടിയരി കഞ്ഞി കുടിക്കണം തോന്നിയിട്ട് അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഞ്ഞിയുണ്ട്, അതിൻ്റെ കൂടെ എന്തൊക്കെ സാധനം ഉണ്ട് അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം റൂമിൻ്റെ പുറത്ത് കിടക്കാൻ കഴിച്ചാലേ കുടിക്കാൻ പറ്റുള്ളൂ. കമ്മാണ് ഞാൻ ഇന്നലെ തന്നെ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. കാരണം രാവിലെ നീട്ട് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. കണ്ടുണ്ടായി ഇവിടെ വേറെ പാത്രമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ പാത്രത്തിലാണ് ഞങ്ങൾ കുക്ക് ചെയ്യാറ്. അപ്പോൾ ഈ പൊടിയരിക്കഞ്ഞി ഒന്നും കൂടി ഞാൻ ചൂടാക്കാറുണ്ട് എന്നിട്ടാണ് കുടിക്കാൻ. അല്ലെങ്കിൽ തണുത്ത് കുടിക്കാൻ വലിയ രസം ഉണ്ടാവില്ലല്ലോ. ചൂടാക്കട്ടെ. അത്താഴത്തിനൊക്കെ സത്യം പറഞ്ഞാൽ നീക്കുമ്പോൾ എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കുക ചോറും താളിച്ചതും മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയ പത്തിരി പൊറോട്ട അങ്ങനെയൊക്കെയാണല്ലോ കഴിക്കാം. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരിക. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ എന്നാൽ കഞ്ഞിയെങ്കിലും കുടിക്കാച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാളജിക് ഫീൽ അങ്ങോട്ട് പോയി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ ഗൈസ്, അങ്ങനെ കഞ്ഞി ചൂടാക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ പാത്രത്തിൽ കഞ്ഞി ഒഴിച്ചു. കാരണം ഈ പാത്രത്തിൽ അതെനിക്കൊന്നും കാട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ കൂടെ കഴിക്കാനുള്ളത് എന്താ വെച്ചാൽ നല്ല മാങ്ങച്ചാറ് കേട്ടോ. കേട്ടോ, ഇതിവിടെ റസ്മിയ പറഞ്ഞൊരു കുട്ടി അവൾ ഉണ്ടാക്കിയ മാങ്ങച്ചാറാണ് കേട്ടോ. നല്ല രസമുള്ള മാങ്ങച്ചാറാണ്. അച്ചാർ പോലെ ഉണ്ടാക്കിയതല്ല, ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അതുണ്ട് കൂടെ. പിന്നെ ലേസുണ്ട്, ലേസും അച്ചാറും കഞ്ഞി. ഇതാണ് എൻ്റെ കോമ്പിനേഷൻ. എങ്ങനെയുണ്ട്? എനിക്ക് ലേസ് എല്ലാത്തിൻ്റെ കൂടെ പോകും, അച്ചാറും എല്ലാത്തിൻ്റെ കൂടെ പോകും. കഞ്ഞിൻ്റെ കൂടെ പപ്പടം പോലെ ലേസ് കഴിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതാണ് ഞാൻ മേടിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കുടിക്കാൻ തുടങ്ങാം ലേസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കാമെന്നല്ല, ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് പോലും ഞാൻ ലേസ് കൂട്ടിയിട്ടൊക്കെ ചോറും, ചിലപ്പോൾ ചോറിന് ഒരു കറുമുറും അല്ലെങ്കിൽ എരിവുള്ള സാധനം ഇല്ലാണ്ടെങ്കിൽ ഞാൻ അപ്പം ലേസ് മേടിക്കുക ചെയ്യാം. എന്നിട്ട് ലേസും ചോറൊക്കെ കഴിക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിൻ്റെ കൂടെ അച്ചാർ മാത്രം കഴിക്കുമ്പോൾ എനിക്കൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എന്നാൽ ലേസും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചത്. ലേസ് കുറച്ച് ദിവസമായി കഴിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ലേസ് മേടിച്ചിട്ട് അങ്ങനെ കഴിച്ചതാണ് ഗൈസ്. കഞ്ഞി കുടിച്ചപ്പോൾ എന്തോ ഒരു റാഹത്തായ പോലെയായിരുന്നു കേട്ടോ ഗൈസ്. കഞ്ഞിൻ്റെ കൂടെ അച്ചാറും പിന്നെ ലേസും മാത്രമല്ല, ഇതൊക്കെ കൊണ്ടാട്ട മുളകും. പിന്നെ ഇതെന്താ വെച്ചാൽ ഉണക്ക ചെമ്മീനോട് ഉണ്ടാക്കിയ ഒരു റോസ്റ്റ് പോലത്തെ സംഭവം കേട്ടോ. റസ്മിയ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൂടി ഉണ്ട് ഗൈസ്, അതുകൂടി കൂട്ടിയിട്ട് കഴിക്കാം. ഈ ചെമ്മീൻ്റെ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണം കേട്ടോ. ഞാൻ സാധാരണ ഉണക്ക ചെമ്മീൻ കഴിച്ചിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഡിഷാക്കിയിട്ടൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ കൂടെ അതും കൂടി കിട്ടിയപ്പോൾ ഒന്നും കൂടി റാഹത്തായി. കാരണം ഒരു വെറൈറ്റി ഡിഷും കൂടി കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞി ഫുള്ള് കുടിച്ചു. നമ്മളെ അത്താഴം കഴിക്കൽ കഴിഞ്ഞു. ഇനി ഒരു കുപ്പി ഫുള്ള് വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞാൽ കഴിയും. അതിനുശേഷം നമുക്ക് നിസ്കരിച്ചിട്ട് ഒന്ന് നിസ്കരിക്കുന്നതിന് മുന്നേ ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങി നീട്ട് വേണം നിസ്കരിക്കാൻ. എന്നിട്ട് വേണം മാറ്റാൻ തുടങ്ങിയിട്ട് പോകാൻ. അയ്യോ, ഇനി പണിക്ക് പോകണം. കുറേ ദിവസമായി ഇപ്പോൾ ഇത് ശീലമായി, അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ 4 മണിക്ക് നീക്കാറില്ല. ഒന്നും ഫുഡ് കഴിക്കാനില്ലാത്ത കാരണം കൊണ്ട് ഞാൻ 4-ക്കൊക്കെ നീക്കാറുള്ളൂ. 4-4:45 നീക്കും. അപ്പോൾ ഇതിൻ്റെ തീറ്റ കഴിയും. അത്രയും സമയത്തുള്ള സാധനം എടുത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും 4 മണിക്ക് നീട്ട് കുറച്ച് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കിടന്ന് നോക്കിയാൽ കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുന്ന ഞങ്ങളുടെ 1/2 മണിക്കൂർ. എന്നിട്ട് നീരിട്ട് വേണം മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചിട്ട് കാണാം ഗൈസ്. ബായ് ഗൈസ്. അങ്ങനെ ഉറങ്ങി നീട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റി മേക്കപ്പ് ചെയ്തിട്ട് നേരെ വർക്കിന് വേണ്ടി പോവാം ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റാൻ വേണ്ടി നോക്കട്ടെ. കാരണം ടൈമില്ല. 5:42 ഉറങ്ങിയിട്ട് കുറച്ചേരം കൂടി വിചാരിച്ചിട്ട് ഉറങ്ങി 5:42 തീരെ ടൈമില്ല. എത്രയും പെട്ടെന്ന് മാറ്റി പോകാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഒരുങ്ങി കഴിഞ്ഞു. ഇനി നേരെ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. മുടി നമ്മൾ കെട്ടാത്ത കാരണം കൊണ്ട് അവിടെ പോയിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ സമയം കണക്കാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ ഗൈസ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്താ അറിയണില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഗൈസ്.
നേരെ നമ്മൾ വർക്കിന് വന്നതിന് ശേഷം എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് നോമ്പ്, പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട്. അത് കാരണം കൊണ്ട് കുറേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ലോഞ്ചിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലോഞ്ചിൽ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലോഞ്ചിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനങ്ങനെ വർക്ക് കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നത്. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ, കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാൻ പൂതിയാവില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോകാണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സാധനമൊക്കെ മേടിച്ചിട്ട് വരാം ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ നല്ല പൂതിയായതുകൊണ്ട് ഇവിടെ ഫ്രിഡ്ജില്ല. അപ്പോൾ ഒരു തണുത്ത മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രൂട്ട്സാണ് കേട്ടോ. ഞാൻ പൊരിച്ച കടി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി കടയിൽ കയറിപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഫ്രൂട്ട്സ് മേടിക്കണ്ടല്ലോ വെച്ചിട്ട് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ബോട്ടിൽ മേടിച്ചു. പിന്നെ ഒരു ചിക്കൻ റോളും ഒരു സമൂസയും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഗ്രാൻഡ് ആക്കാന്ന് വിചാരിച്ചാൽ 2 നാരങ്ങ മേടിച്ചിട്ടുണ്ട്, നാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽക്കൂടെ നടന്നപ്പോൾ എനിക്ക് നീല ലേസ് കണ്ടപ്പോൾ കഴിക്കാൻ ഒരു പൂതി. അപ്പോൾ അതും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ തന്നെ 6:12 ഒക്കെ അയക്കണം. 6:38 സംതിങ് ഒക്കെ ആകുമ്പോഴാണ് ബാങ്ക്. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കണം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നേരം വഴുകുകക്കാരുണ്ടായി കഴിയുമ്പോഴത്തേനും കേട്ടോ. പക്ഷെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ബാങ്ക് കേട്ട പാടെ ഞാൻ ഉണ്ടാക്കി വെള്ളം കണ്ട് ആദ്യം കുടിക്കാം കേട്ടോ. നല്ല തണുത്ത വെള്ളം, അത്ര തണുപ്പില്ല, കുറച്ച് തണുപ്പുള്ളൂ. വെള്ളം കൊണ്ട് കുടിച്ച്, നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഫസ്റ്റത്തെ നോമ്പിന് വെള്ളം കൊണ്ട് കുടിച്ചിട്ട് അങ്ങോട്ട് ഇറക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം പോണ പാത്തൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നോമ്പ് ഇങ്ങനെ നോക്കിയിട്ട് ആദ്യം തന്നെ വെള്ളം കുടിക്കണത്. ഞാൻ ആദ്യം വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ പൊരിച്ച കടിമൊക്കെ പോകണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ ബനാന ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഗ്രേപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു, വാട്ടർ മെലണും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ പഴവും മുന്തിരി ഇഷ്ടപ്പെട്ടില്ല. ബാക്കി പൈനാപ്പിളും വാട്ടർ മെലണുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ നോമ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ വീട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നും. കാരണം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കഴിക്കണില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് എൻ്റെ ഫസ്റ്റത്തെ നോമ്പിന് നോമ്പ് തുറന്നാണ് കേട്ടോ. ഇപ്പോൾ 2-3 നോമ്പായില്ലേ. ഇപ്പോൾ ഈ 2-3 നോമ്പിനൊന്നും ഞാൻ അത്ര വിശാലമായിട്ടും തുറക്കാറില്ല. ജസ്റ്റ് വെള്ളം കുടിക്കും. ഞാൻ ലോഞ്ചൊന്ന് വരുന്ന സമയത്ത് കടി എടുത്തുകൊണ്ടിരും, അത്രയും കഴിക്കാറുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്കൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, വീട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നപ്പോൾ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ലീവ് എടുത്ത് പോയിട്ട് വേണം നോമ്പ് തുറ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും കൂടെ നോമ്പ് തുറക്കാനൊക്കെ പൂതിയാവുണ്ട് സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഒറ്റയ്ക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു ലോൺലി ഫീലാണ്. അത് വേറെ കാര്യം. നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്. അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ എല്ലാവരും പാടെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടായിട്ട് കഴിച്ച് തീർത്തു. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ തീർക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനും എല്ലാത്തിനും ഞാൻ തന്നെ നിൽക്കണം. കാരണം അതുമാണല്ലോ ഞാൻ ചെയ്യുക. ഞാൻ മാത്രമല്ലേ, ഞാൻ തിന്ന പാത്രമല്ലേ, അപ്പോൾ ഞാൻ കഴുകണമല്ലോ. അങ്ങനെ ഞാനതൊക്കെ കഴുകി വെച്ചിട്ട് എൻ്റെ പണികളൊക്കെ കണ്ട് തീർത്തച്ചു. അപ്പോൾ ഗൈസ് എന്തായാലും നോമ്പ് തുറ കഴിഞ്ഞു. ഇപ്പോൾ ഗ്യാസ് കയറിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഒന്നും കഴിക്കാതിട്ട് എന്തൊക്കെ കൂടെ കഴിച്ചപ്പോൾ ആകെ ഗ്യാസ് കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് സ്കരിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേനും രാത്രി വർക്കിന് പോകാനാവും. അയ്യോ, ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നു. ഉറക്കം വരുമല്ലേക്കുന്ന്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല എന്നെ. കാരണം പെട്ടെന്ന് ഉറക്കം വരും. കാരണം വയർ ഫുള്ളായിട്ടില്ല ഇരിക്കണത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് സൈഡായിട്ട് വേണം പോകാൻ. അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങളിലോട്ട് പോട്ടെ ഗൈസ്. സോ ഗൈസ് അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റു. അപ്പം ഞാൻ എന്തായാലും വർക്കിന് പോകാൻ ഏകദേശം ടൈം ആയിക്കണം. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഇനി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനുള്ള അവധി എനിക്കില്ല. വർക്കിന് പോയാൽ തന്നെ എൻ്റെ മൂഡൊക്കെ പോകും ഗൈസ്. അപ്പം എന്തായാലും പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.